അതേപോലെ അടുത്തതായി സ്വാഗതം പറയാനുള്ളത് നമ്മുടെ ബഹുമാന്യനും പ്രിയങ്കരനുമായ തദ്ദേശ സ്വയംഭരണ മന്ത്രിയാണ് ശ്രീ KM ഷാജി അവറുകൾ. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെല്ലാം ഞാൻ വളരെ കാര്യമായി ആവേശത്തോട് കേൾക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ ഞാൻ അടുത്ത് ഇന്നാണ് കാണുന്നത്. ഞാൻ കൊല്ലത്തെ ഡെപ്യൂട്ടി മേയറാണെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് കൈ കൊടുക്കുകയും ചെയ്തു. വികസനം സർക്കാർ ഓഫീസുകളിൽ മാത്രം ആരംഭിക്കുന്ന ഒന്നല്ല. ഓരോ തെരുവിലും ഓരോ വാർഡിലും ഓരോ മനുഷ്യ ജീവിതത്തിലുമാണ് ഈ വികസനം തുടങ്ങുന്നത്. ആ വികസനത്തിന് ജനകീയ മുഖം നൽകുന്ന തദ്ദേശ സ്വയംഭരണ മന്ത്രിയെ വളരെയധികം സ്നേഹ ആദരവോടുകൂടി ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായ ബഹുമാന്യനായ മന്ത്രി PC വിഷ്ണുനാഥ് അവർകളെയാണ്. കേരളത്തെ ലോകം ഓർക്കുന്നത് പ്രകൃതിയുടെ ഭംഗിയാൽ മാത്രമല്ല, നമ്മുടെ സംസ്കാരത്തിലൂടെയും ആതിഥ്യ മര്യാദയിലൂടെയും ഉത്സവങ്ങളുടെ ആത്മാവിലൂടെയുമാണ്. ആ പൈതൃകത്തിനെ ലോകത്ത് അഭിമാനത്തോട് പരിചയപ്പെടുത്തുന്ന പ്രിയങ്കരനായ നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി വിഷ്ണുനാഥ് അവരുകളെ വളരെയധികം സ്നേഹത്തോടുകൂടി ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ അടുത്തതായി ബഹുമാന്യനായ നമ്മുടെ NK പ്രേമചന്ദ്രൻ MP യാണ്. ജനങ്ങളുടെ ശബ്ദം പാർലമെന്റിൽ എത്തുമ്പോഴാണല്ലോ ജനാധിപത്യം ശക്തമാകുന്നത്. നമ്മുടെ കൊല്ലത്തിന്റെ ശബ്ദം ദേശീയ തലങ്ങളിലേക്ക് എത്തിച്ച പ്രിയങ്കരനായ നമ്മുടെ MP-ക്ക് എല്ലാവിധ ആശംസകളോടൊപ്പം തന്നെ ഈ യോഗത്തിൽ വളരെയധികം സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ അടുത്തതായി വിഷ്ണു മോഹൻ ആണ്, നമ്മുടെ പ്രിയങ്കരനായ MLA ആണ്. യൗവനത്തിന്റെ സ്വപ്നങ്ങൾക്ക് ദിശയും അതേപോലെ സമൂഹത്തിന് പ്രതീക്ഷയും നൽകുന്നത് നേതൃത്വമാണ്. ജനങ്ങളുടെ ഇടയിൽ സജീവമായി ഇറങ്ങുന്ന നമ്മുടെ പ്രിയങ്കരനായ MLA വിഷ്ണു മോഹൻ അവരുകളെയും വളരെയധികം സ്നേഹത്തോടുകൂടി ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ ബഹുമാന്യനായ DCC പ്രസിഡന്റ് ശ്രീ രാജേന്ദ്ര പ്രസാദ് സാറാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് സ്വാഗതം പറയാൻ ഞങ്ങൾക്ക് പ്രേരക ശക്തിയായതും ഞങ്ങളെ ഒരുപാട് സഹായിച്ച അദ്ദേഹത്തിന് മനസ്സ് നിറഞ്ഞുള്ള സ്വാഗതമാണ് ഈ യോഗത്തിലേക്ക് ഞാൻ നേരുന്നത്. അദ്ദേഹത്തിനെയും സ്വാഗതം ചെയ്യുകയാണ്. ഇനി RSPയുടെ സമുന്നതനായ നേതാവും മുൻ MLA-യുമായ ശ്രീ AA അസീസ് അവറുകളെയാണ്. അദ്ദേഹത്തിനെയും ഈ യോഗത്തിൽ വളരെയധികം ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇനി അടുത്തതായി ശ്രീ Y നൗഷാദ് അവറുകളാണ്. മുസ്ലിം ലീഗിന്റെ പ്രിയങ്കരനായ നേതാവിനെയും ഞാൻ വളരെയധികം സ്നേഹ ആദരവോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി സ്വാഗതം പറയാനുള്ളത് S ജയമോഹൻ സാറിനെയാണ്. അദ്ദേഹം ഈ യോഗത്തിൽ എത്തിച്ചേരും. അദ്ദേഹം പ്രസിദ്ധനായ ജില്ലാ പ്രസിഡന്റായിരുന്നു. അതേപോലെ CPI-യുടെ സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ്. അദ്ദേഹത്തിനെയും ഞാൻ വളരെയധികം ആദരവോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഒരു നഗരം മനോഹരമാക്കുന്നത് പദ്ധതികൾ മാത്രമല്ല, അതിനുവേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന മനുഷ്യരുടെ ആത്മാർത്ഥതയാണ്. അതിനായി എനിക്ക് പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരാണ്. അതായത് കൊല്ലം കോർപ്പറേഷൻ്റെ വികസന
വികസനത്തിന് ശക്തമായ നേതൃത്വം കൊടുക്കുന്ന അഡ്വക്കേറ്റ് MS ഗോപകുമാറിനെയും അതേപോലെ തന്നെ ശ്രീമതി വിൻസി ബൈജുവിനെയും സദക്കത്തിനെയും, അവരുടെ ഒഫീഷ്യൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാവരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺസ് ആണ്. ശ്രീ കുരുവിള, ശ്രീമതി രാജശ്രീ, സി ബാബു അവർകൾ, അതേപോലെ തന്നെ അഡ്വക്കേറ്റ് സൈജു, TG ഗിരീഷ്, നിസാർ, അതേപോലെ ശ്രീമതി ഷൈനി, ബഹുമാന്യനായ നമ്മുടെ അഡീഷണൽ സെക്രട്ടറി ശ്രീകാന്ത് സാർ അവർകൾ, ഇവിടെ എത്തിയ കൗൺസിലേഴ്സ്, പ്രിയമുള്ള ജനങ്ങളെ, നേതാക്കന്മാരെ, എല്ലാവർക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം ഞാൻ നേരുകയാണ്. നമ്മുടെ ഉദ്യോഗസ്ഥരുണ്ട്, അതേപോലെ മാധ്യമ പ്രവർത്തകരുണ്ട്, എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം തന്നെ പൊന്നോണത്തിൻ്റെ ആശംസകളും നന്ദിയും ഞാൻ അറിയിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സമയക്കുറവ് മൂലം നമുക്ക് ഓണാഘോഷത്തിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് കിടക്കാം. യുവജന രാഷ്ട്രീയം കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയത്തിന് സംഭാവന ചെയ്ത വാക്കുകൾക്ക് വജ്രായുധത്തേക്കാൾ ശക്തിയുണ്ട് എന്ന് തെളിയിച്ച് നമ്മുടെ കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ബഹുമാന്യനായ ശ്രീ KM ഷാജി അവർകളെ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിലേക്കായി ക്ഷണിക്കുന്നു.